ശ്രീ ശെൽവകുമാർ, നിങ്ങൾക്കറിയാവുന്ന പോലെ സംഗീതം ഒരു തപസ്യയായി കൊണ്ടുനടക്കുന്ന ഒരു അനുഗ്രഹീത കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ ദൈവകൃപയാൽ നല്ല സ്വരമാധുര്യവും നല്ല പാണ്ഡിത്യമുള്ള നല്ല ഡെപ്തുള്ള ഒരു ശബ്ദം താങ്കൾക്ക് പൈതൃകമായി കിട്ടിയിട്ടുണ്ട്. താങ്കളുടെ ജീവിതത്തിൽ അങ്ങേക്ക് ഞങ്ങളുടെ ചാനലിലേക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അങ്ങയെ സ്വാഗതം ചെയ്യുന്നു. താങ്കൾ, എനിക്കറിയാം, ഒട്ടനവധി പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് തൃശ്ശൂർ ജില്ലയിലും തൃശ്ശൂർ ജില്ല പുറത്തും ഒരുപാട് ഗാന രംഗങ്ങളിൽ, അതായത് ഗാനശാഖകളിൽ സംഗീതത്തിൻ്റെ വിവിധ മേഖലകൾ അങ്ങേറ്റ് പങ്കെടുത്തിട്ടുണ്ട്. അങ്ങേയും പാട്ട് എഴുതാറുണ്ട്, ട്യൂൺ ചെയ്യാറുണ്ട്, സംഗീത ക്ലാസുകൾ നടത്താറുണ്ട്. ഇതുകൂടാതെ അങ്ങേക്ക് പൈതൃകമായി കിട്ടിയ ഒരു ബിസിനസ് സംരംഭം താങ്കൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതെങ്ങനെയാണ് താങ്കൾക്ക് ഈ എല്ലാ മേഖലകളും ഇങ്ങനെ ഒരേ രീതിയിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുന്നത്? എന്തായാലും ശ്രീ ശിവദാസ് മാഷ് നല്ലൊരു ഗായകനാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ള കലാമൂല്യമുള്ള ആളുകളെ ആയിട്ട് മനസ്സ് തുറക്കാനും ഹൃദയം പങ്കുവയ്ക്കാനൊക്കെ മനസ്സുള്ളൊരു കലാകാരൻ. ഞാൻ തിരിച്ചും എന്നെ റെസ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ തിരിച്ചും ഞാൻ റെസ്പെക്റ്റ് ചെയ്യാണ്. അദ്ദേഹം നല്ലൊരു അധ്യാപകനും മറ്റുമൊക്കെയാണ്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ എനിക്കും അറിയില്ല, അത്രയ്ക്കേ എനിക്കറിയുള്ളൂ. ഇതെങ്ങനെയാണ് അതെല്ലാം കൂടെ കൊണ്ടുപോകണേന്നല്ലേ. എല്ലാം കൂടെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നമുക്ക് റെക്കോർഡിങ് ഇത് കൂടാതെ കൊണ്ട് കമ്പ്യൂട്ടറിൽ റെക്കോർഡിങ്, എഡിറ്റിങ്, മിക്സിങ്, അത്യാവശ്യം നമ്മൾ കമ്പോസ് ചെയ്യണ പാട്ടിന് ഓർക്കസ്ട്രേഷൻ, അതൊക്കെ ഉള്ള അറിവ് വെച്ച് അതിൽ ഞാനത് സ്പെഷ്യലൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. പിന്നെ ഓൺലൈനിൽ നിന്നുള്ള വരുമാന മാർഗ്ഗങ്ങൾ, അതൊക്കെയാണ് പിന്നത്തെ കാര്യങ്ങൾ. അപ്പോഴും മ്യൂസിക് ഞാൻ ഒരു കമേഴ്ഷ്യലായിട്ട് സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. എല്ലാം കൂടെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു ഉത്തരം കൊണ്ട്, ഒരു വാക്കുകൊണ്ട് ഉത്തരം പറയാൻ പറ്റില്ല. അത് എങ്ങനെയൊക്കെയോ ഇങ്ങനെ കഴിയണു. ഒന്ന് നമ്മളെ മാതാപിതാക്കന്മാരുടെ ഒരു ബ്ലെസ്സിങ്ങും, അതുപോലെ തന്നെ ഇത് പഠിപ്പിച്ചു തന്ന ഗുരുനാഥന്മാരുടെ ഒരു ഇതുണ്ട്. പിന്നെ നമ്മുടെ സ്വയത്നമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. കാരണം നമ്മളെ ജീവിതത്തിൽ വിലയേറിയ പലതും എന്താ പറയുക മാറ്റി വയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. അത് മാറ്റി വെച്ചിട്ടാണ് നമ്മളെ അത്രയും മോഹമുള്ളത് പല കാര്യങ്ങളും, അല്ലെങ്കിൽ നമുക്ക് അത്രയും അത്യന്താപേക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ മാറ്റി വയ്ക്കേണ്ടി വന്നിട്ടുണ്ട് ഇതിനു വേണ്ടിയിട്ട്. പക്ഷെ അന്ന് ഒരു നല്ല സുവർണ കാലഘട്ടമായിരുന്നു ഈ സംഗീതത്തിനുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രതീക്ഷകളായിരുന്നു, ചുമ്മാ നമുക്കൊരു പ്രതീക്ഷ. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് നമ്മളുടെ ഒരു റിയൽ മ്യൂസിക്, റിയൽ സംഗീതത്തിന് യാതൊരുവിധ വാല്യൂം എവിടെ നോക്കിയിട്ട് പൊതുവിൽ കാണാനില്ല. പക്ഷെ എല്ലാവരുടെയും ആത്മാവിൻ്റെ അകത്ത് ഉറഞ്ഞു കിടക്കുന്നത് ആ റിയൽ മ്യൂസിക്കാണ്. നമുക്കിവിടെ മെലോഡിയുടെ ഒരു പൈതൃകമുണ്ട്. ദാസേട്ടനും ജയേട്ടനും, അല്ലെങ്കിൽ അതിക്ക് മുന്നുണ്ടായിരുന്ന ആൾക്കാരും, എം ജി ശ്രീകുമാറും, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിര ഗായകന്മാരുടെ ഒരു പൈതൃകം സംസ്കാരമുണ്ട്. നമ്മുടെ സിനിമാ സംഗീതത്തിനേക്കാട്ടിലും അപ്പുറത്തുള്ള പല പാട്ടുകളും നമുക്കുണ്ട്. ഒരു സിനിമയ്ക്ക് വേണ്ടി എന്നുള്ള രീതിയിലല്ലാത്ത പ്രമദവനം പോലത്തെ പാട്ടുകളൊക്കെ ഉണ്ട്. അതൊരു സിനിമയ്ക്കുടെ പാട്ട് മാത്രമല്ല അതുപോലെ പണ്ട് കാലത്തെ പാട്ടുകളൊക്കെ. അപ്പോൾ ഇതൊന്നും ഒരു സിനിമയ്ക്ക് വേണ്ടി അതിനെല്ലാം അപ്പുറമുള്ളൊരു പാട്ടാണ്. നമ്മൾ മരിച്ചാലും മറക്കില്ല എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ലെവലാണത്. അപ്പോൾ ഇനിയും ഞാനതിന് ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആയിട്ട് പറയേണ്ടി വരും, ഞാനതിനെക്കുറിച്ച് ബാക്കിയുള്ള ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ. അങ്ങയോട് ഒരു ചോദ്യം കൂടെ ഈ അവസരത്തിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, ഇന്നത്തെ തലമുറ സോഷ്യൽ മീഡിയ നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ കഴിവുള്ള, അവർക്കതിനെപ്പറ്റി നല്ല കോൺഷ്യൻസ് ഉള്ള ഒരുപാട് കലാകാരന്മാരുടെ നമ്മുടെ ഇടയിലുണ്ട്. അത് ചെറുപ്പം തൊട്ട് ബുദ്ധിമുട്ടുന്നവർ വരെ. താങ്കൾക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? അതായത് താങ്കളുടെ ഈ ശബ്ദവും ഈ ഡെപ്തും അതുപോലെ തന്നെ ഈ സൗകുമാര്യവും, ഈ ശബ്ദം നമ്മൾ ആലാപന രീതിയിലുള്ള ഒരുപാട് വ്യത്യസ്തത താങ്കൾക്കുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ഈ സോഷ്യൽ മീഡിയ താങ്കൾക്ക് ഈ സംഗീതത്തിൻ്റെ
ഉള്ളറകളിലേക്ക് എത്തിച്ചാൽ എത്രത്തോളം താങ്കളെ ഇത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ പൊതുവെ ഈ നമ്മളുടെ ഈ മാധ്യമങ്ങളെ താങ്കളെ സഹായിച്ചിട്ടുണ്ട്? അത് കർണാടക സംഗീതമാവട്ടെ, ലളിത സംഗീതമാവട്ടെ, ഇതെല്ലാം താങ്കൾക്ക് എത്രത്തോളം ഈ ഇതിലേക്ക് വരാൻ കൂടുതൽ പ്രചോദനം നൽകിയിട്ടുണ്ടെന്ന് അറിയിച്ചാൽ കൊള്ളാം. തീർച്ചയായിട്ടും ഇന്നിപ്പോൾ എല്ലാവരും വൈറൽ താരങ്ങളാവണത് സോഷ്യൽ മീഡിയ വഴിയാണ്. ഒരു വൈറൽ താരമാവാനായിട്ട് പ്രത്യേകിച്ച് വലിയ റിസ്ക് ഒന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ആപ്പിൾ ലോജിക്കിൻ്റെ സിസ്റ്റത്തിലൊക്കെ ഈ റിതവും കുറച്ച് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒക്കെ ടോണുകളൊക്കെ പ്ലഗ് ചെയ്തിട്ട് ഒരുപാട് പാറ്റേൺസാണ് വരണത്. ആ പ്ലാറ്റ്ഫോമിലേക്ക് വെറുതെ മൗസ് വെച്ച് ഡ്രാഗ് ചെയ്ത് വലിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏത് താളത്തിൽ ഏത് സംഭവം വേണമെങ്കിലും ഓൾറെഡി ആപ്പിൾ കമ്പനി ചെയ്തു വെച്ചതുണ്ട്. അപ്പോൾ നമുക്കത് വലിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സാധനം ഉണ്ടാക്കാം. നമുക്ക് എന്താ പറയുക, എൻ്റെ ഇതല്ല നിൻ്റെ ഇതാണ് ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് അതിന് ഒരു റോക്ക് ഗിറ്റാറും ഒരു മറ്റേ റിതം ബീറ്റുകൾക്കൊന്നും ഒരു ക്ഷാമമില്ല. ആയിരക്കണക്കിന് നൂറുകണക്കിന് ബീറ്റുകളാണ് ചവറ് പോലെ കിടക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഇത് ചെയ്യാം. പക്ഷേ ഒരു റിയൽ മ്യൂസിക് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ജീവിതമായിട്ട് കണക്ഷൻ വരും. ഇപ്പോൾ ജീവിതത്തിലെ കുറേ അനുഭവങ്ങൾ ആയിട്ട് ഇഴ ചേർത്തുകൊണ്ടാണ് അത് നമുക്ക് വരുള്ളൂ. പിന്നെ ഇപ്പോൾ കർണാട്ടിക് ബേസ് നമുക്ക് വേണ്ടി വരും. നമുക്ക് രാഗം താളമൊക്കെ അറിഞ്ഞിരിക്കണമെങ്കിൽ അതിന് കുറച്ചധികം ചടങ്ങുകളുണ്ട്. ഒരുപാട് കടമ്പകൾ കടന്നിട്ടേ അതിലേക്ക് വരാൻ പറ്റുള്ളൂ. സോഷ്യൽ മീഡിയ പിന്നെ പറയുമ്പോൾ വിദഗ്ധമായിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റായൊന്നുമില്ല. പിന്നെ നമ്മൾ അതിന് വേണ്ടി തന്നെ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് ജീവിക്കേണ്ടി വരും. എന്നെ സംബന്ധിച്ച് എല്ലാത്തിനും കൂടെ സമയം കിട്ടണില്ല. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാത്തിനും കൂടെ നമുക്ക് സമയം കിട്ടാൻ ചില ബുദ്ധിമുട്ടാണ്. മ്യൂസിക്കിനായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി പരമാവധി നമ്മളതിന് വേണ്ടിയിട്ട് തന്നെ മെനക്കെട്ട് ഇരുന്ന് അതിൻ്റേതായ ഒരു ചിട്ടവട്ടത്തിൽ കൂടെ പോയാൽ നമുക്ക് നിശ്ചയമായിട്ടും അതിൽ നല്ലൊരു ഇതിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഇപ്പോഴാണല്ലോ കൂടുതൽ ഒക്കെ ഉണ്ടായത്. അവർക്ക് സ്വന്തം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് ആടാം, അപ്ലോഡ് ചെയ്യാം, റീൽസ് എടുക്കാം, അങ്ങനെ ഒരുപാട് പരിപാടികൾ ഇപ്പോഴാണല്ലോ. ഇതൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്. ഞാൻ ഇലക്ട്രോണിക്സ് ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷമാണ് മ്യൂസിക്കിലേക്ക് വന്നത്. മ്യൂസിക് കുട്ടിക്കാലം മുതലേ നമ്മുടെ റേഡിയോ സ്റ്റേഷൻ വഴി നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ പിന്നെയാണ് കർണാട്ടിക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സാധകങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് മോർണിംഗിലൊക്കെ എണീറ്റിട്ട്. പിന്നെ പാരൻസ് സപ്പോർട്ട്, ഫാമിലി സപ്പോർട്ടൊക്കെ വളരെയധികം കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം. സ്വന്തമായിട്ടുള്ള ഒരു ഹാർഡ് വർക്ക് തന്നെയാണ്. മനസ്സിൽ പാട്ടുണ്ട്, പക്ഷെ നമുക്കത് പുറത്ത് കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് കാലത്തൊരു പ്രയത്നമുണ്ട്. ഇപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കണു, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ചിലർക്കത് സ്വതസിദ്ധമായിട്ട് നല്ല ശ്രുതിബോധം താളബോധത്തോടു കൂടിയൊക്കെ പാടാൻ കഴിയുള്ളവരുണ്ട്. എന്നെ സംബന്ധിച്ച് മനസ്സിൽ മാത്രമേ ഞാൻ പാട്ടുള്ളൂ. എൻ്റെ പുറത്തേക്ക് പ്രാക്ടിക്കലി പാടാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ചിരകാലം ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ എനിക്കറിയാം താങ്കൾ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ്. താങ്കൾക്ക് ഈ അടുത്തിടെ ഏറ്റവും ഹൃദ്യമായി തോന്നിയ 1-2 പാട്ടുകൾ, ഏതെങ്കിലും ഒരു പാട്ട് ആലാപനം ഇപ്പോൾ പാടാൻ സാധിക്കുമോ? നിശ്ചയമായിട്ടും. അങ്ങനെ നമുക്ക് ഒരു പാട്ട് ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ ഒരിക്കലും പറ്റില്ല. കാരണം പാട്ടുകൾ ഇങ്ങനെ കിടക്കുകയാണ്. ഒരുവിധം ദാസാറ് പാടിയ ബഹുഭൂരിഭാഗം പാട്ടുകളും ജയേട്ടൻ പാടിയതായാലും ഇനിയിപ്പോൾ MG ശ്രീകുമാറിൻ്റെ ആയാലും അവരുടെയൊക്കെ ഒരു വിധം പാട്ടുകളൊക്കെ, ഇനിയിപ്പോൾ അത് കൂടാണ്ട് പറയാൻ വിട്ടു പോയണ കുറേ പാട്ടുകാരുണ്ട്. എല്ലാവരുടെ പാട്ടുകളിലും അവർക്കൊരു പേരെടുത്ത പാട്ടുകൾ കുറച്ചുണ്ടാവില്ലേ, അത് എല്ലാവരും ജനറലായിട്ട് ഇഷ്ടപ്പെടും. ഇപ്പോൾ വേണുഗോപാലിൻ്റെ നോക്കുകയാണെങ്കിൽ താനെ പൂവിട്ട മോഹം, അല്ലെങ്കിൽ അതൊക്കെ കുളിർച്ചൂടി. ഈ രവീന്ദ്ര മാഷിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പ്രമദവനം വരും. പിന്നെ ഈ ഹിറ്റാണോ എന്നുവെച്ചാൽ പരക്കെ ഹിറ്റല്ലാത്ത കുറേ പാട്ടുകളുണ്ട് അദ്ദേഹത്തിൻ്റെ. ഇപ്പോൾ ഞാൻ നേരത്തെ പാടാൻ വന്നൊരു പാട്ട്, മാൻമിഴിയേ തേൻമൊഴിയേ മകളെ തളിരിതളേ താരാട്ടിൻ രാരീരം മനസ്സിൻ നീണമായി എൻ മനസ്സിൻ നീണമായി. താങ്ക് യു. ഈ പാട്ടെന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണത്. അതിൻ്റെ ഉള്ളിലൊരു ആത്മാവുണ്ട്. എത്ര കാലം കഴിഞ്ഞാലും അതിൻ്റെ ഇത് കൂടിയേ വരുള്ളൂ, കുറയില്ല ഒരിക്കലും.
ഇനി ഇതിനോട് ഏകദേശം സാദൃശ്യമുള്ള രവീന്ദ്ര മാഷ തന്നെ കമ്പോസിഷനിൽ വേറെ പാട്ടുകൾ ഒരുപാടുണ്ട്. അതിലേതാനും മനസ്സിൽ പറഞ്ഞത് പറയാം. ഇടയരാഗരമണ ദുഃഖം ഇടറുന്ന ഹൃദയം തരളരാഗനം അശ്രുതാവും ഇടയരാഗരമണ ദുഃഖം. പിന്നെ അത് കൂടാതെ കൊണ്ട് താളം താളം തെറ്റിയ താരാട്ട് തലമുറകൾ നുകർന്നിടുന്നു. അപ്പം ഇതുപോലെ നോക്കുകയാണെങ്കിൽ ഒരു പെരപ്പ് പാട്ടുകൾ ഉണ്ട്. അത് ഒരനുകരണമല്ല, അത് പുള്ളി തന്നെ കമ്പോസ് ചെയ്ത പാട്ടുകളോട് ഏകദേശം ഒരു സിമിലാരിറ്റി ഉള്ള. അങ്ങനെ എടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് പറയാനുണ്ട് അതിനെക്കുറിച്ച്. താങ്കൾക്ക് ഇലക്ട്രോണിക്സ് ഡിപ്ലോമ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ താങ്കൾക്ക് എത്രത്തോളം ഈ താങ്കളുടെ ഈ സാങ്കേതിക മികവ്, അതായത് വിദ്യാഭ്യാസം ഡിപ്ലോമ ഇലക്ട്രോണിക്സ് നേടിയിട്ടുണ്ട്, അത് എത്രത്തോളം ഈ താങ്കളുടെ ഈ മ്യൂസിക് സംഗീത സംവിധാനവും ആലാപനവും അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട താങ്കളുടെ എത്രത്തോളം താങ്കളത് സഹായിച്ചിട്ടുണ്ട്? ഞാൻ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഇലക്ട്രോണിക്സിനെ കുറിച്ചുള്ള ഇത് പിടിപാട് നമുക്ക് ഇപ്പോൾ ഈ റെക്കോർഡിങ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടല്ലോ, ഹോം സ്റ്റുഡിയോ, അതിലേക്ക് എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം ഇതെല്ലാം എൻ്റെ സ്വന്തം അറേഞ്ച്മെൻറ്റ്സ് ആണ്. പുറത്തുനിന്ന് ഒരു ടെക്നീഷ്യനോ ആൾക്കാരോ ഒന്നും ഉണ്ടാവില്ല. കമ്പ്യൂട്ടർ സർവീസിങ് കാര്യങ്ങൾ അതൊന്നും നമ്മളെ കൊണ്ട് എളുപ്പമല്ല. പക്ഷേ അത്യാവശ്യം മേമ്പൊടിക്കുള്ളതൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. എങ്കിൽ കാണുന്ന ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സ് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തേക്കണേ. അപ്പോൾ അത് നമുക്കങ്ങനെ ജീവിതത്തിൽ ഒരു നിത്യജീവിതത്തിലേക്ക് പല കാര്യങ്ങൾക്കും അത് ഉപയോഗപ്രദമാണ്. അത്ര തന്നെ. താങ്ക് യു സാർ. ഓക്കെ, അപ്പോൾ ഇത്രയധികം ഈ സമയം ഈ ചാനലിന് വേണ്ടി ചെലവഴിച്ച അങ്ങയോട് ഞങ്ങൾ എൻ്റെ പേരിലും എൻ്റെ ചാനലിൻ്റെ പേരും ഹൃദയംഗമായ സ്വാഗതം, നന്ദി രേഖപ്പെടുത്തുന്നു. തിരിച്ചും